May I come in? Good morning to all of you, madam and sirs. Here. Thank you. So introduce yourself. My name is Parvati Venugopal. I am a postgraduate with 4 years of work experience in public sector, and I am a native of Chenganur, and I have been residing in Thiruvananthapuram for the last 14 years. I am married and I have a 8-year-old daughter. Okay. So ചെങ്ങന്നൂർ അല്ലെ? അതെ സർ. ഏത് ഡിസ്ട്രിക്റ്റിലാ? ആലപ്പുഴ ഡിസ്ട്രിക്ട്. എന്താ ചെങ്ങന്നൂർ എന്ന പേരിന്റെ കാരണം? ചെങ്ങന്നൂര് ചുമന്ന കുന്ന് എന്നതിൽ നിന്നും വന്ന പേരാണെന്നാണ് പറയപ്പെടുന്നത്. ഒരു റിലീജിയസ് ഒരു എന്താ പറയാ ഒരു സറൗണ്ടിങ് ഉള്ള ഒരു ഏരിയ ആണല്ലേ പ്രധാനമായിട്ട് ഏത് ക്ഷേത്രമാണ്? ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം വളരെ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ്. ചെങ്ങന്നൂർ എന്ന് പറയുമ്പോൾ തന്നെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ആണ് കൂടുതലായി അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിന്റെ പേരിലും കൂടെയാണ് സ്ഥലം അറിയപ്പെടുന്നത്. ഇപ്പൊ വർക്ക് ചെയ്യുന്നത് യങ് പ്രൊഫഷണൽ അറ്റ് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് അല്ലേ? അതെ സർ. എന്താ ഈ എന്തൊക്കെ ഡ്യൂട്ടീസ് ഉള്ളത്? ഇപ്പൊ ഞാൻ മെയിൻലി ചെയ്യുന്നത് റീജിയണൽ പാസ്പോർട്ട് ഓഫീസറിന്റെ അടുത്താണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പാസ്പോർട്ട് ഓഫീസർ അസൈൻ ചെയ്യുന്ന ഡ്യൂട്ടീസ് ഓരോ സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള വർക്കാണ് ചെയ്യുന്നത്. ഇപ്പൊ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത് പബ്ലിക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രോഷർ ഫോർമാറ്റ്, അത് മലയാളം ഭാഷയിലും ഇംഗ്ലീഷിലും ബൈലിംഗ്വൽ ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ വാട്സപ്പിൽ വരുന്ന ഗ്രീവൻസസ് കൈകാര്യം ചെയ്യാറുണ്ട്. അതുപോലെ ഓരോ സമയത്ത് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വർക്കാണ് ചെയ്യുന്നത്. പത്രം വായിക്കാറുണ്ടോ? റെഗുലർലി ഇല്ല, വായിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്തുകൊണ്ട്? ജോലിയുടെ തിരക്ക്, വീട്ടിലെ തിരക്ക് കാരണം പലപ്പോഴും എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യാൻ സമയം കിട്ടാറില്ല. പക്ഷേ ജോലിയിൽ തിരക്കില്ലാത്തവരാണോ പത്രം വായിക്കുന്നത്? അപ്പൊ അങ്ങനെയല്ല സർ, ഞാനിപ്പം ഒരു ബ്രേക്കിന് ശേഷം 2 മാസമായിട്ട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം ഞാൻ ആ റുട്ടീനുമായിട്ട് എന്റെ ടൈമിംഗ് അഡ്ജസ്റ്റ് ആയി വരുവാണ്. ഇപ്പം ഞാൻ കുഴപ്പമില്ല, ചെയ്യാൻ പറ്റുന്നത്. So tell me, which country holds the strongest passport in the world? അങ്ങനെ ഒരു റാങ്കിങ് ഇൻഡെക്സ് ഉള്ളത് അറിയാലോ? അറിയാം സർ. സോ കറന്റ്ലി ഏത് രാജ്യമാണ്? അറിയില്ല സർ. ദെൻ ഹോബീസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓർഗനൈസിങ് ആൻഡ് എന്തായിരുന്നു? ഡീക്ലറ്ററിങ്. ഓക്കെ, കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ എഴുതണം കേട്ടോ. ഓക്കെ, ദെൻ സ്ക്രീൻ ടൈം വിത്ത് ഡോട്ടർ. അതെന്താ സ്ക്രീൻ ടൈം വിത്ത് ഡോട്ടർ? എന്റെ മോൾക്ക് 8 വയസ്സായി. അപ്പം മോൾക്ക് സ്ക്രീൻ ടൈം കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഞാനും ഹസ്ബൻഡും ആലോചിച്ചെടുത്ത ഒരു തീരുമാനമായിരുന്നു. അപ്പം സ്ക്രീൻ ടൈം കൊടുക്കുമ്പോൾ അത് നമ്മളും കൂടെ ഈക്വലന്റ്ലി ഷെയർ ചെയ്യുന്ന ആയിരിക്കണം എന്നുള്ളതും കൂടി നമ്മൾ തീരുമാനിച്ചു. അപ്പൊ അങ്ങനെ ചെയ്യുമ്പം അതൊരു ക്വാളിറ്റി ടൈമും കൂടെ ആവാൻ വേണ്ടിയിട്ട് ആ സമയം കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ട് അതിനെ പറ്റിയിട്ടുള്ള ഹെൽത്തി ഡിസ്കഷൻസ് ഒക്കെ ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങള് സ്ക്രീൻ ടൈം ചെയ്യാറുള്ളത്. എന്തൊക്കെയാണ് ഡിയുടെ ഡ്യൂട്ടീസ്? 3-fold ഡ്യൂട്ടീസ് ആണ് മെയിൻലി ഉള്ളത്. ഒന്നാമത്തേത് ആസ് ദ പേര് പറയുന്നത് പോലെ തന്നെ അക്കൗണ്ടന്റ് ആയിട്ട്, രണ്ടാമത്തേത് ആസ് ആൻ ഇന്റേണൽ ചെക്കർ, മൂന്നാമത്തേത് ഫൈനാൻഷ്യൽ അഡ്വൈസർ ടു ദി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇൻ ഓൾ ഫൈനാൻഷ്യൽ മാറ്റേഴ്സ്. അപ്പൊ എന്താ ഡിയുടെ ഹൈറാർക്കീസ്? ഫൈനാൻഷ്യൽ ഡി എ എന്നുള്ള പോസ്റ്റ് എന്നുള്ള ഹൈറാർക്കിയൽ പോസ്റ്റ് അല്ലേ? ഫൈനാൻഷ്യൽ അസിസ്റ്റന്റ്, ദെൻ ഫിനാൻസ് ഓഫീസർ, ദെൻ സീനിയർ ഫിനാൻസ് ഓഫീസർ. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിലെ ഡി എ പോസ്റ്റുകൾ അപ്പോയിന്റ് ചെയ്ത ജനറൽ സർവീസ്? 4 ഡിപ്പാർട്ട്മെന്റ്സിലാണ്. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, PWD, പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഹാർബർ എഞ്ചിനീയറിംഗ്. എന്തൊക്കെ തരത്തിലുള്ള വെല്ലുവിളികളാണ് ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഈ ഡി എ പോസ്റ്റിലേക്ക് പോകുമ്പോൾ ഫേസ് ചെയ്യാൻ സാധ്യത? എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്ന ഒരാൾക്ക് ഒരു ഡിവിഷണൽ അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും വെല്ലുവിളികളുണ്ട്. അതിനോടൊപ്പം തന്നെ അത് ഹെൽപ്ഫുൾ ആയിട്ടും കൂടി വരുമെന്ന് തോന്നുന്നു. വെല്ലുവിളികളെ പറ്റി പറയുമ്പോൾ ഒരു അക്കൗണ്ടന്റ് എന്നുള്ള നിലയ്ക്ക് കൂടുതലും ഫൈനാൻഷ്യൽ റിലേറ്റഡ് മാറ്റേഴ്സ് ആയിരിക്കും കൈകാര്യം ചെയ്യേണ്ടി വരിക. അതിന്റെ ചെക്സ് ആൻഡ് ബാലൻസസ് ഉറപ്പുവരുത്തണം. ഒരു ഗവൺമെന്റ് സെക്ടറിൽ ഒരു പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു അക്കൗണ്ടൻസി, ട്രാൻസ്പെറൻസി അതെല്ലാം ഉറപ്പുവരുത്തേണ്ടി വരും. തീർച്ചയായിട്ടും അതെല്ലാം വെല്ലുവിളികളായിരിക്കും. പാർവതി അല്ലെ? പാർവതി, നമ്മുടെ ഈ പാസ്പോർട്ട് ഓഫീസ് ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത് അറിയാം? മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. ഇപ്പോഴത്തെ മിനിസ്റ്റർ ആരാണ്? ഡോക്ടർ എസ് ജയശങ്കർ. ഡോക്ടർ എസ് ജയശങ്കർ. അദ്ദേഹം മുമ്പ് വഹിച്ചിരുന്ന പോസ്റ്റ് ഏതാണെന്ന് അറിയാമോ? അദ്ദേഹം ഫോറിൻ സെക്രട്ടറി ആയിരുന്നു, ഇന്ത്യൻ ഫോറിൻ സർവീസ് ഓഫീസർ ആയിരുന്നു. ഓക്കെ. നമ്മുടെ ഈ ഡിവിഷണൽ അക്കൗണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഉണ്ട്, ഏതാണെന്ന് അറിയാമോ?
കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ഓഡിറ്റർ ജനറൽ. CAG എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ CAG ആരാന്നറിയാമോ? അറിയില്ല സാർ. ഒന്ന് നോക്കണം. കറപ്ഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അഴിമതിയൊക്കെ നമ്മള് അല്ലെ, നമുക്ക് പബ്ലിക് പോളിസി യങ് പ്രൊഫഷണൽ എന്നൊക്കെ രീതിയിലാണ് പോളിസി ഫോർമുലേഷൻ ഒക്കെ പറയുന്നത്. ഈ ഗവർണൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? ഗവൺമെന്റും ഗവർണൻസും തമ്മിലെ വ്യത്യാസം എന്താ? ഗവൺമെന്റിന്റെ പോളിസീസ് ആൾക്കാരിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെയാണ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഗവർണൻസ് ഒക്കെ സർവീസ് ഡെലിവറി എന്ന് പറയാം അല്ലെ. അതെ. സർവീസ് റൂസ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് അണ്ടറിലാണ് വരുന്നത്? സ്റ്റേറ്റിലെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, Higher മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. ഓക്കെ. കിലയായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നുണ്ടോ? ലോക്കൽ അഡ്മിനിസ്ട്രേഷനായിട്ട് കില, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ട് ഇല്ല സർ. അങ്ങനെ വരുന്നത്? റൂസയാണോ? ഇല്ല ഇല്ല, റൂസ അങ്ങനെ വരുന്നു. ഫുൾ ഫോം എന്താ റൂസയുടെ? രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷാ അഭിയാൻ. ശിക്ഷ. ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്നുണ്ടോ? പഠിച്ചിരുന്നു. ഇപ്പം കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഇല്ല. തായ യശോദ കേട്ടിട്ടുണ്ടോ? ഏത് രാഗത്തിലാണ്? അറിയില്ല സർ. തോടി രാഗത്തിലാണ്. എത്ര വർഷം പഠിച്ചിരുന്നു ക്ലാസിക്കൽ മ്യൂസിക്? 4 വർഷം. 4 വർഷം പഠിച്ചിരുന്നു. ഗുരുവാരായിരുന്നു? ചെങ്ങന്നൂരാണ് പഠിച്ചിരുന്നത്. ഉഷ എന്നാണ് ടീച്ചറിന്റെ പേര്. ചെങ്ങന്നൂർ ഉഷ. ശരി ശരി. കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ ആരാണ്? ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമശാസ്ത്രികൾ. കർണാടക സംഗീതത്തിന്റെ പിതാവ് എന്ന് പറയുന്നത്? അറിയില്ല സർ. പുരന്ദരദാസരെയാണ് Okay. പറയാറ്. താങ്ക് യു. അക്കൗണ്ട്സില് ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് ഉണ്ട്. എന്താണ് ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ്? അസറ്റ്സ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അക്കൗണ്ടിങ് ഇക്വേഷൻ ആണ്. നമ്മള് ഗോൾഡൻ റൂൾ എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മള് അക്കൗണ്ടുകൾ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറില്ലേ? ഏതൊക്കെ ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്? പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. ഇതിൽ നിന്നാണ് നമ്മൾ അക്കൗണ്ടിങ്ങിലേക്ക് തന്നെ പോകുന്നത് അല്ലെ? അപ്പൊ അക്കൗണ്ടിങ്ങിൽ നമ്മൾ അക്കൗണ്ട്സിനെ ആദ്യമേ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ അത് ജേർണലും ലെഡ്ജറും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെ? അപ്പം നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുമ്പോൾ റിയൽ അക്കൗണ്ടിലും പേഴ്സണൽ അക്കൗണ്ടിലും നോമിനൽ അക്കൗണ്ടിലും നമ്മൾ ഓരോ ഐറ്റവും നമ്മൾ എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിംഗ് എന്ന് മെയിൻ ആയിട്ട് പറയുന്നത് ഈ 3 എണ്ണത്തിലും വരുന്ന അക്കൗണ്ടിങ്ങിന്റെ കുറച്ച് റൂൾസ് ഉണ്ട്. നോർമലി നമ്മൾ റിയൽ അക്കൗണ്ടിൽ എഴുതുമ്പോൾ നമുക്ക് റൂൾ പഠിച്ചിട്ടില്ലേ? ഓർമ്മയുണ്ടോ? പറയാമോ? റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ അക്കൗണ്ട് പേഴ്സൺസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. റിയൽ അക്കൗണ്ട് ക്യാഷ് ആൻഡ് അസറ്റ്സ് ആണ് റിയൽ അക്കൗണ്ടിൽ വരുന്നത്. പേഴ്സണൽ അക്കൗണ്ട്സിൽ പേഴ്സൺസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നോമിനൽ അക്കൗണ്ടിൽ എക്സിസ്റ്റ് ചെയ്യാത്ത പക്ഷെ ഫോർ ദ ടെക്നിക്കൽ റീസൺസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ചുകൂടി അത് നോക്കണം. നോമിനൽ അക്കൗണ്ടിൽ നമുക്കറിയാം എക്സ്പെൻസുകളും ലോസുകളും ഇൻകവും ഗെയിനും ആണ് നമ്മൾ നോമിനൽ അക്കൗണ്ടിൽ എൻ്റർ ചെയ്യുന്നത്. ദെൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്? യൂണിഫോമിറ്റി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ അക്കൗണ്ടിങ് ഫേംസും ഒരേപോലെ അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. അക്കൗണ്ടിങ്ങും ഓഡിറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? അക്കൗണ്ടിങ് ഒരു എക്സ്പെൻസ് നടന്നു കഴിയുമ്പോൾ അതിനെ ഫൈനാൻഷ്യൽ ബുക്സിലേക്ക് എൻ്റർ ചെയ്യുന്ന പ്രോസസ്സാണ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ചെയ്തതിന് ശേഷം ആണ് ഓഡിറ്റിംഗ് നടക്കുന്നത്. ഓഡിറ്റിംഗ് നടക്കുന്നത് അക്കൗണ്ടിങ് ചെയ്ത പ്രോസസ്സിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഇനി നെക്സ്റ്റ് ടൈം ഇതേ പ്രോസസ്സ് എൻകർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ അത് എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രോസസ്സാണ് ഓഡിറ്റിംഗ്. വാട്ട് ആർ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യില്ലേ നമ്മൾ? എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ഒരു ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്? നമ്മൾ അത് ഓർഡറിൽ പറയണം. ഫസ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ട്, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പീരീഡിലെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിൽ നിന്ന് വരുന്ന റിസൾട്ടിന് നമ്മൾ എന്താ പറയുന്നത്? നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ആയിരിക്കും അതിന്റെ റിസൾട്ട് കിട്ടുന്നത്. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ എ ഡേറ്റ് ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ഒരു അക്കൗണ്ട് ആണോ? അല്ലേ? ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ ഒരു അക്കൗണ്ട് ആണോ ബാലൻസ് ഷീറ്റ്? അല്ല. പിന്നെ അതെന്താണ്? നമ്മൾ അതിനെ എന്തെന്നാ പറയുന്നത് സാധാരണയായിട്ട്? ബാലൻസ് ഷീറ്റ് ഒരു പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റാ. നമ്മൾ അവിടെ ഡെബിറ്റും ക്രെഡിറ്റും ഒന്നും എഴുതാറില്ല. ഉണ്ടോ? ഓർമ്മയുണ്ടോ? നമ്മളിപ്പം ട്രേഡിംഗ് അക്കൗണ്ട് ആയാലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയാലും പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡും ഉണ്ട്. അതിൽ ഐറ്റംസ് എൻ്റർ ചെയ്യാറുണ്ട്. പക്ഷേ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അവിടെ ഡെബിറ്റ് എന്നും ക്രെഡിറ്റ് എന്നും നമ്മൾ എഴുതില്ല. പകരം രണ്ട് സൈഡിലും എന്തൊക്കെയാ നമ്മൾ അതിനകത്ത് എൻ്റർ ചെയ്യുന്നത്? അസറ്റ്സും ലൈബിലിറ്റീസും. അപ്പൊ ഒരു സൈഡിൽ അസറ്റ്സും ഒരു സൈഡിൽ ലൈബിലിറ്റീസും, ഈ രണ്ട് ഹെഡായിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. പത്രം വായിക്കാറുണ്ടോ?
നേരത്തെ ചോദിച്ചല്ലോ. അപ്പൊ അത് പ്രത്യേകം ഓർത്തിരുന്നോളൂ, പത്രം വായിക്കുന്ന കാര്യങ്ങളല്ല. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മദേഴ്സ് ഡേ. മദേഴ്സ് ഡേ ആണ്. ഇന്ന് ഡേറ്റ് മെയ് 10th. എല്ലാ മെയ് 10th മദേഴ്സ് ഡേ ആണോ? അല്ല, എന്താ രണ്ടാമത്തെ ഞായറാഴ്ച. മെയ്യിലെ രണ്ടാമത്തെ ഞായറാഴ്ച. ഞായറാഴ്ച. സോ അഗൈൻ മെയ് 10th വേറെ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഇന്നൊരു ഇന്റർനാഷണൽ ഡേ ആണ്. പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല സർ. വേൾഡ് ബയോഡൈവേഴ്സിറ്റി ഡേ ആണ്. അപ്പോൾ ആ ഡേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത്. പത്രം റെഗുലർ ആയിട്ട് വായിക്കുക. സോ അഗൈൻ പാസ്പോർട്ടിന്റെ കാര്യം ചോദിച്ചു. സ്ട്രോങ്സ്റ്റ് പാസ്പോർട്ട് സിംഗപ്പൂരിന്റെ ആണ് കേട്ടോ. അതൊന്നും നോക്കിക്കൊള്ളുക. പിന്നെ സൗണ്ടിങ് ഈ പറഞ്ഞത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ ശ്രമിക്കുക. അവരെ കൊണ്ട് പറയിക്കരുത്. ഓക്കെ, ബോഡി ഇരിക്കുന്നവരെ കൊണ്ട് ശബ്ദം കുറച്ചുകൂടി ഉയർത്തി പറയാമോ എന്ന് പറയിക്കരുത്. താഴ്ത്താമോ എന്ന് ചോദിച്ചാലും പ്രശ്നമില്ല. ഓക്കെ അല്ലേ? കാര്യം നമ്മുടെ സൗണ്ട് അവർക്ക് ഓവറായിട്ട് തോന്നിയിട്ട് അവർ പറയാൻ കുറച്ച് ശബ്ദം കുറച്ചെന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് അല്ല. പക്ഷെ ശബ്ദം കൂട്ടാനായിട്ട് പറയുന്നത് അത് ഭയങ്കര ഒരു നെഗറ്റീവ് ആണ്. ഓക്കെ അല്ലേ? ടെൻഷൻ വരുന്ന സമയത്ത് വീണ്ടും ശബ്ദം കുറയുന്നുണ്ട്. ഓക്കെ അല്ലേ? അത് പാടില്ല. പിന്നെ അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് ഉടനടി തന്നെ മറുപടി പറയാം. ഓക്കെ, ഡോണ്ട് നോ എന്നുള്ളത് അത് പറയാൻ നമ്മൾ ഒരിക്കലും ഹെസിറ്റേറ്റ് ആവരുത്. ഓക്കെ, ലോകത്തെ എല്ലാം അറിയുന്ന ആരുമില്ല. അതുകൊണ്ട് തന്നെ അറിയാത്ത കാര്യം അറിയില്ല എന്ന് ഉടനടി തന്നെ പറയാം. കാര്യം നമ്മുടെ സമയത്തേക്കാൾ വിലയുണ്ട് ബോർഡിൽ ഇരിക്കുന്ന ആൾക്കാരുടെ സമയത്തിന്. അത് പ്രത്യേകം നോക്കിക്കൊള്ളുക. പിന്നെ ഔട്ട്ഫിറ്റ് ഇതാണോ ഉദ്ദേശിക്കുന്നത് ഇന്റർവ്യൂവിന്? സാരിയാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും സാരി ശരിക്കും വീണ്ടും ടെൻഷൻ ഉണ്ടാക്കുന്ന പരിപാടിയല്ലേ? ഞാൻ ഒരു ശ്രദ്ധ എപ്പോഴും നമ്മൾ സാരി കൊടുക്കണ്ടേ? സാരി ഞാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ് സാർ. കംഫർട്ടബിൾ ആണെങ്കിൽ ഓക്കെ. പക്ഷെ പെട്ടെന്ന് ഈ പറഞ്ഞ ഡിസ്റ്റർബ്ഡ് ആവാൻ സാധ്യതയുള്ള ഒരു ഡ്രസ്സാണ് സാരി. ചുരിദാർ തന്നെയാണ് കുറച്ചുകൂടി ഞാൻ പ്രിഫർ ചെയ്യും പറയുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ അത് ഡീൽ ചെയ്യുക. ഒരു ഷോള് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. വൺ സൈഡ് ഷോള് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. മുടി ഒന്നുകൂടി നന്നായി ഒതുക്കി കിട്ടുക. ഈ ഇത്രയും ഏരിയ പ്രോപ്പർ ആയിട്ട് വിസിബിൾ ആയിരിക്കണം അവർക്ക്. അതുകൊണ്ട് ഞാനിപ്പോ വേറെ ബുദ്ധിമുട്ടൊന്നും മാസ്ക് മാറ്റാമോ ഞാൻ ചോദിച്ചതുകൊണ്ടാണ്. ഫീറാൻ കുഴപ്പമില്ല, ഡസൻ മാറ്റർ. പക്ഷെ അവിടെ ചെല്ലുന്ന സമയത്ത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മുടി ഒന്നും ഒരു രീതിയിലും ഇത് മാറി വയ്ക്കുക. അത് ഞാൻ പറഞ്ഞത് നിങ്ങളെ സംബന്ധിച്ച് പുരുഷന്മാരെക്കാൾ കൂടുതൽ ടെൻഷൻ ആയിരിക്കും നിങ്ങൾ എങ്ങനെ ഈ ഡ്രസ്സിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് ഞാൻ സാരിയുടെ കാര്യം ഞാൻ ചോദിച്ചത്. സാരി ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഒരു ഈ പറഞ്ഞ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവും ആകെ ഇല്ലേ? അപ്പൊ അതൊന്നും നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ അല്ലെ? പിന്നെ വേറെ ഐ കോണ്ടാക്ട് ഒന്നുണ്ടെന്ന് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരെയും നോക്കി മറുപടി പറയാൻ ഇടയ്ക്കൊന്നും നോക്കിയായിരുന്നു, പക്ഷെ വീണ്ടും അതങ്ങ് പോയി. ആര് ചോദ്യം ചോദിച്ചാൽ എല്ലാവരോടുമായിട്ട് മറുപടി പറയാൻ ശ്രമിക്കുക. ഓക്കെ, സൗണ്ടിന്റെ കാര്യം നന്നായിട്ട് മനസ്സിൽ വെച്ചോളാം. ഓക്കെ, ശരി. ഈ ബയോഫോം ഈ ഫില്ല് ചെയ്യുന്ന ഫോം ഫില്ല് ചെയ്യുന്ന കുറച്ച് കാര്യം മാത്രം പറയാനുള്ളൂ. അതില് നമുക്ക് ഈ സർട്ടിഫിക്കറ്റില് നമുക്ക് ഈ ക്ലാസ് ഡിസ്റ്റിങ്ഷൻ അവാർഡ് അതിൽ കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ആ ക്ലാസ് എഴുതുക. ഇപ്പൊ ഡിസ്റ്റിങ്ഷൻ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അവിടെ നമുക്ക് എഴുതാം. അല്ലെങ്കിൽ അവരോട് ചോദിച്ചിട്ട് എന്താണോ സർട്ടിഫിക്കറ്റ് അത് എഴുതിയാൽ മതിയോ, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. അവരോട് ചോദിച്ചിട്ട് മാത്രമേ അത് ഫില്ല് ചെയ്യാവുള്ളൂ. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കോളം ഒന്നും അങ്ങനെ ബ്ലാങ്ക് ആയിട്ട് ഇടാതിരിക്കുക. വോളണ്ടിയറിംഗ്, സയൻസ് ആൻഡ് ടെക്നോളജി ഇല്ല എങ്കിൽ നില്ലെന്ന് എഴുതണം. ബ്ലാങ്ക് എന്ന് ഇടണ്ട, നില്ലെന്ന് ഇടാം. പിന്നെ ബാക്കി നമ്മളിപ്പോ കോൺട്രിബ്യൂഷൻ, ഈ പറഞ്ഞ ക്ലാസിക്കൽ മ്യൂസിക്, അതൊക്കെ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. അപ്പൊ ബോർഡിൽ ഇരിക്കുന്നവർക്ക് അപ്പൊ അതിനെ പറ്റി അറിവുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചോദിക്കുമായിരിക്കും. പിന്നെ കറക്റ്റായിട്ട് ആ പോസ്റ്റിന്റെ പേര് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഡിവിഷണൽ അക്കൗണ്ടന്റ് കേരള ജനറൽ സർവീസ് എന്ന് തന്നെ അത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. പിന്നെ വേറെ കാര്യമുള്ള കോൺഫിഡൻസ് തന്നെ വയ്യാത്തത് കൊണ്ടായിരിക്കാം ആ ഒരു പ്രശ്നം വരുന്നത്. വേറെ വിഷയമൊന്നുമില്ല. ഓവർ ഡീറ്റെയിൽ ഓറിയന്റഡ് അറ്റ് സംടൈംസ് അതും എന്താണെന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കാം. സാറ് പറഞ്ഞ ഡീ ക്ലട്ടറിങ് അപ്പൊ ഹോബി എടുത്ത് ചോദിക്കുമ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് മാത്രം ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, ഹാൻഡ് റൈറ്റിംഗ് ഒന്നുകൂടെ ശ്രദ്ധിച്ചോളാം. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്നുകൂടെ ചെറുതാക്കി എഴുതാൻ ശ്രമിക്കുക. മനസ്സിലാകുകയും വേണം, കുറച്ചുകൂടെ നീറ്റ് ആവണം. രണ്ട്, ബ്രദർ ഇല്ലെന്നുണ്ടെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ എന്ന് എഴുതുക. നോ എന്ന് എഴുതേണ്ടടുത്ത് നോ, നോട്ട് ആപ്ലിക്കബിൾ എഴുതേണ്ടത് നോട്ട് ആപ്ലിക്കബിൾ, നിൽ എഴുതേണ്ടടുത്ത് നെൽ. ഓക്കെ അല്ലേ? ഇവിടെയൊക്കെ നില്ല് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം ഇതില്ലെന്നുണ്ടെങ്കിൽ. കാര്യം ഇതില് ഒരു രീതിയിലും നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു ബ്ലാങ്ക് വരുത്തരുത്. ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്, പാർട്ടിസിപ്പേഷൻ ചോദിച്ചിട്ടുണ്ട്, അച്ചീവ്മെന്റ്സ്. ഇൻ കേസ് പാർട്ടിസിപ്പേഷൻ അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, രേഖപ്പെടുത്തുക. പിന്നെ ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് ഒന്നുകൂടി എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്തിട്ടേ പോവാം. കാര്യം ഇതായിരിക്കും അവിടുത്തെ മെയിൻ റെഫറൻസ്. പൂർണ്ണമായും നിങ്ങൾ ഇതിനകത്ത് റെസ്പോൺസിബിൾ ആണ്. പിന്നെ ഇതിലിടുന്ന ഓരോ കാര്യങ്ങളിലും നിങ്ങൾക്ക് എത്രത്തോളം അറിവുണ്ടെന്നായിരിക്കും അവർ ചെക്കൗട്ട് ചെയ്യുക. അല്ലാതെ പുറമേക്കൊന്നും അവരെന്ത് ചെയ്യില്ല. ഒരു കാര്യങ്ങൾ ഇപ്പോ ഉഗാണ്ടയുടെ പ്രസിഡന്റ് ആയിരുന്നോ, ബുർക്കിന ഫാസോയുടെ പ്രസിഡന്റ് ആയിരുന്നോ ഒക്കെ ചോദിക്കാൻ സാധ്യതയില്ല. ഒരാളുടെ കറണ്ട് അഫയേഴ്സിൽ എന്തെങ്കിലും തരത്തിൽ അവർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. പിന്നെ നിങ്ങളുടെ ഫീൽഡുമായി ബന്ധപ്പെട്ടും DA-യുമായി ബന്ധപ്പെട്ടും അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള നിലവിലെ കറണ്ട് അഫയേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, നോക്കി വെക്കുക. അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, ഞങ്ങളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ദയവായിട്ട് ചോദിക്കാം. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിലോ ഏതെങ്കിലും ഉത്തരം പറയുന്ന കാര്യത്തിലോ
ധൈര്യമായിട്ട് ചോദിക്കാം. സാർ, ഓർഗനൈസിങ് ആൻഡ് ഡീക്ലട്ടറിംഗ് എന്നുള്ളത് ആക്ച്വലി എന്റെ ഹോബി തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു ഹോബി വെക്കാമോ എന്നുള്ള കൺഫ്യൂഷൻ അത് വെച്ച് ഉണ്ടായിരുന്നു. കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പൊ ഒന്നാമത്തെ കാര്യം ഞാൻ ഡെറ്ററിംഗ് എന്നാണ് ഞാൻ വായിച്ചത്. ഞാൻ ആലോചിക്കുന്നത് എന്ത് വേർഡാണ് എന്നുള്ളത്. അത് കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആയിട്ട് എഴുതാം. എഴുതാം. അപ്പോ ശരിക്കും പറഞ്ഞ ഇവന്റ് മാനേജ്മെന്റ് വേറൊരു ലെവലാണ് ഈ പറഞ്ഞ ഓർഗനൈസിംഗ് ആൻഡ് ഡീക്ലട്ടറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ അത് റിലേറ്റ് ചെയ്ത് എന്ത് തരത്തിലുള്ള ഡെപ്തിൽ ചോദ്യങ്ങൾ വരാം, അത് റിലേറ്റ് ചെയ്തുള്ള സയന്റിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാം, ഈ പറയുന്ന പോലെ മാനേജ്മെന്റ് റിലേറ്റ് ചെയ്യുന്ന എന്ത് തരത്തിലുള്ള ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാൻ വരാം. പിന്നെ ഒരു ഓർഗനൈസർ ആയിരുന്നതുകൊണ്ട് തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്. അതേ ചോദ്യങ്ങൾ തന്നെ ഇപ്പോ സ്ക്രീൻ ടൈം വിത്ത് ഡോട്ടർ അല്ലേ, ഷെയറിംഗ് സ്ക്രീൻ ടൈം വിത്ത് ഡോട്ടർ എന്ന് ഡീറ്റെയിൽ ചെയ്ത് തന്നെ എഴുതിയാൽ മതി. സ്ക്രീൻ ടൈം വിത്ത് ഡോട്ടർ എന്ന് പറയുമ്പോൾ രണ്ടാമതൊരു കൗണ്ടർ ക്വസ്റ്റ്യൻ അവിടെ ഒരു പോസിബിലിറ്റി വരാം. അപ്പോൾ അവർക്ക് എന്നിട്ട് അവർ ചോദിക്കും സ്ക്രീൻ ടൈം സാധാരണഗതിയിൽ ഈ ഡോക്ടർമാരുടെ പിള്ളേർക്ക് അനുവദിക്കേണ്ടതല്ലോ എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള സ്ക്രീനിങ് ആണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് കൊടുക്കുക. മീൻവൈൽ സയന്റിഫിക് വീഡിയോസ് ആണോ, GK വീഡിയോസ് ആണോ, കാർട്ടൂൺ ആണെങ്കിൽ പോലും ഇത്ര കാര്യങ്ങളൊക്കെയാണ്. അപ്പോ കാർട്ടൂൺ കാണുന്ന കാര്യം പറയുമ്പോൾ അവിടെ കാർട്ടൂൺ താങ്കളും കൂടി ഇരുന്ന് കാണുന്നതാണ്. അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. ഇപ്പൊ അടുത്ത കാലത്ത് 75th ആനിവേഴ്സറി കഴിഞ്ഞ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? വലിയ ആഘോഷമായിട്ട് നടത്തപ്പെട്ടതാണ്. ടോം ആൻഡ് ജെറി. അവർ ഏത് സ്റ്റുഡിയോസ് ആണ് അതിന്റെ പ്രൊഡ്യൂസേഴ്സ്? വാൾട്ട് ഡിസ്നി, MGM, മെർലിൻ ഗോഡ്വിൻ മേയർ. ഒരു ലയൺ വന്ന് കാണിക്കുന്ന കണ്ടിട്ടില്ല? ലയന്റെ പേര് ലിയോ എന്നാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യാൻ വരാം. ഓക്കെ അല്ലേ? All the best. താങ്ക് യു സോ മച്ച്. Thank you.